കല്ലൂർ നമ്പൂതിരിക്ക് ശ്രീപാർവതി ചങ്ങണകുന്ന് ക്ഷേത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതുകൂടി തന്നെ സാത്വികമായിട്ടുള്ള അംശം ദുർഗയായിട്ട് ചങ്ങണകുന്നത്തും രാജസമായിട്ടുള്ള അംശം കാളിയായിട്ട് കടപ്പുറത്തുകാവിലും ചൈതന്യപ്പെട്ടു എന്നാണ് ഐതിഹ്യമുള്ളത്. ചങ്ങണകുന്ന് ഭഗവതി ഏതുപോലെ പ്രധാനമാണോ കല്ലൂർ നമ്പൂതിരിക്ക്, അതുപോലെ തന്നെ കടപ്പുറത്തെ ഭഗവതിയും ഉപാസനാ വിഷയത്തിലും മാന്ത്രിക വിഷയത്തിലും തുല്യ പ്രാധാന്യം കടപ്പുറത്തെ ഭഗവതിക്കും കല്ലൂർ നമ്പൂതിരിയെ സംബന്ധിച്ചിട്ടുണ്ട്. മാന്ത്രിക കർമ്മങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തൃശ്ശൂപേരൂർ ശിവൻ്റെ ഭജനം, ചങ്ങണകുന്ന് ഭഗവതിയുടെ അടുത്ത് പൂജ, അതോടുകൂടി തന്നെ കടപ്പുറത്തെ പൂജ, തിരുമാന്താംകുന്നിൽ പൂജ, ഈ 3 ഇതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ കല്ലൂർ നമ്പൂതിരിമാർ മാന്ത്രിക കർമ്മങ്ങൾക്ക് പുറമെ പോയി ഉള്ള മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അത് ഈ അടുത്ത കാലം വരെ, ഈ തലമുറ വരെ ആ പാരമ്പര്യം അവർ തുടർന്നു വരികയാണ്. അപ്പോൾ കല്ലൂർ നമ്പൂതിരിയെ സംബന്ധിച്ച്, നമ്പൂതിരിമാരെ സംബന്ധിച്ച് ചങ്ങണകുന്ന് ഭഗവതിയും കടപ്പുറത്തെ കാവ് ഭഗവതിയും തുല്യ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഭഗവതിയുടെ സഹായം ഈ കുടുംബാദികൾക്കും പ്രത്യേകിച്ചും ബാധകമാണ് എന്നും അനുഗ്രഹിക്കുന്നുണ്ട്. കടപ്പുറത്തുകാവ് ദേവി ഈ തറവാട്ടിൻ്റെയും പ്രത്യേകം ഞങ്ങളുടെ കുടുംബങ്ങളുടെയും മുഴുവനും ശാശ്വത ദൈവമാണ്. എല്ലാവരും വളരെ വിശ്വസിച്ചാൽ മതി. കടപ്പുറത്തുകാവ് ഭഗവതി ഈ നാട്ടുകാർക്കും ഈ വീട്ടുകാർക്കും ഉള്ള എല്ലാ ജനങ്ങൾക്കും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ഏകദേശം എല്ലാം ഭക്തിയോടുകൂടി അവിടെ വിശ്വസിച്ചാൽ മതി.